ഗീസ് അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നതേ വ്ളോഗോ കാര്യങ്ങളൊന്നുമല്ല, കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മുടെ ലൈഫ് ഒരു ഒഴുക്കിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് ഒരു വലിയ പ്ലാനൊന്നുമില്ല. ലൈഫിൽ ഉയർച്ചയും വരും താഴ്ചയും വരും. എങ്കിലും ലൈഫ് എത്രത്തോളം ബെറ്റർ ആക്കി എടുക്കാം, ലൈഫിൽ നല്ല ഹാപ്പിനെസ് എങ്ങനെ കൊണ്ടുവരാം എന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കും. ഈ പറയുന്ന ഞാൻ പോലും ഇത് ഫോളോ ചെയ്ത് പോകുന്നില്ല, അവോയ്ഡ് ചെയ്ത് വിടുക ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നാൽ ഉറപ്പായിട്ട് ലൈഫ് ബെറ്റർ ആവും. ഫസ്റ്റിൽ തന്നെ നമുക്ക് സന്തോഷം ഉണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും നമ്മൾ മാക്സിമം ഇപ്പോൾ നമ്മുടെ ഫാമിലിയോട് പറയാലും നമ്മുടെ പാർട്ട്ണർ ഉണ്ടല്ലോ, നമ്മുടെ പാർട്ട്ണറോട് സംസാരിക്കുക, എല്ലാവരോടും ഷെയർ ചെയ്യണം. പക്ഷേ എല്ലാത്തിനും ഒരു പരിധി വേണം. അതായത് ഓവറായിട്ട് സന്തോഷിക്കാനും ഓവറായിട്ട് സങ്കടപ്പെടാനും പോകരുത്. രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് പൊട്ടിക്കരയണം, നമുക്ക് നമ്മുടെ പാർട്ട്ണറിനോട് പറഞ്ഞ് കരയാം, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി പറയാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പടച്ചോൻ, നമ്മൾ ഏത് ദൈവത്തിനെ വിശ്വസിക്കുന്ന പറഞ്ഞ് കരയാം, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞ് ചിരിക്കാം. പക്ഷേ മറ്റുള്ളവർക്ക് മുമ്പിൽ നമ്മുടെ ആ കരച്ചിലോ സങ്കടമോ ഒരു സംസാര വിഷയമാവരുത്, ആദ്യം പറഞ്ഞ പോലെ. പിന്നെ അടുത്ത ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഇത് അവോയ്ഡ് ചെയ്താൽ നമ്മുടെ ലൈഫ് നല്ല ബെറ്റർ ആയിട്ട് പോകും. പക്ഷേ നമ്മൾ മനുഷ്യരാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾ ഇത് ഒഴിവാക്കത്തില്ല. മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് ജീവിക്കാതിരിക്കുക. അയ്യോ അവരങ്ങനല്ലേ ഇങ്ങനല്ലേ. നമുക്ക് നമ്മുടേതായിട്ടുള്ള സൗഭാഗ്യങ്ങളുണ്ട്, നമുക്ക് സന്തോഷങ്ങളുണ്ട്, അത് കണ്ടെത്തി നമ്മൾ ജീവിക്കുക. ഒരിക്കലും മറ്റുള്ളവരെ ലൈഫ് കമ്പയർ ചെയ്താൽ ലൈഫ് സക്സസ് ഉണ്ടാകത്തില്ല, സങ്കടങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. അതാണ് നമ്മൾ കൂടുതൽ പേരും ഫോളോ ചെയ്ത് പോകുന്നത്. ഇത് അവോയ്ഡ് ചെയ്താൽ തന്നെ ലൈഫ് ബെറ്റർ ആവും. പിന്നെ അടുത്തൊരു ഇതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ കുറച്ചൊക്കെ സേവ്, അതായത് എന്നെയൊക്കെ സംബന്ധിച്ച് 1000 അല്ല ലക്ഷങ്ങൾ കടവാണ് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ. പക്ഷേ ഒരാപത്ത് വന്നപ്പോൾ മനസ്സിലായി, പഠിച്ചവനെ 10 രൂപ കയ്യിലുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കേണ്ട അവസ്ഥകളൊക്കെ വരും. എനിക്ക് ഇത്ര കൂടിപ്പോയി ഇത്ര പ്രായമുള്ളൂ, എങ്കിൽ പോലും ഓരോ കാര്യങ്ങൾ പഠിച്ച് വരുമ്പോഴല്ലേ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു 1000 ഉണ്ടെങ്കിലും 100 ഉണ്ടെങ്കിലും അതിനൊരു 1 രൂപയെങ്കിലും മാറ്റി വെക്കാൻ ശ്രമിക്കുക. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ പാർട്ട്ണറോ പോയി കൈകൂപ്പാൻ ഇടയാകാതിരിക്കട്ടെ. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചവനെ ഉറച്ച്, അല്ലെങ്കിൽ നമ്മൾ ഏത് ദൈവത്തിനെ വിശ്വസിക്കുന്ന ഓവർ ആയിട്ട് നമ്മൾ പഠിച്ചവനെ ആണെങ്കിലും മുറുകെ അങ്ങ് പിടിച്ചേക്കണം. അവിടെ കരയും പറയുകയും ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം പറയുക. ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ ഒന്നല്ല 1000 തവണ ഇത് ശരിയാണ്. ചിലപ്പോൾ ചെയ്യുന്ന കാര്യം തെറ്റാകും, ശരിയാകും. പക്ഷേ ചെയ്യുന്ന സമയത്ത് 1000 തവണ നമ്മൾ നമ്മുടെ പാർട്ട്ണറും നമ്മുടെ പടച്ചോനും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുമായിട്ട് ആലോചിച്ച് ചെയ്യുക. എന്നിട്ട് അത് ചെയ്ത ശേഷം 10 പേര് അറിയാവുള്ളൂ. അല്ലെങ്കിൽ നടന്ന ശേഷം തെറ്റായാലും ശരിയായാലും 4 പേര് അറിയുന്നത് കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കണം. പിന്നെ പല കാര്യങ്ങളും നമ്മളോട് മറ്റുള്ളവർ പറയും, ഇന്ന ആൾ ഇന്നത് പറഞ്ഞു, ഇന്ന ആൾ ഇങ്ങനെ മോശം പറഞ്ഞു, 10 പേരെ മുമ്പിൽ വെച്ച് പറഞ്ഞു. പറയേണ്ടതാണെങ്കിൽ ആ നേരിട്ട് ആൾ തന്നെ വന്ന് പറയുവാണെങ്കിൽ അതിന് തക്കതായ മറുപടി കൊടുക്കുക. വേറൊരാൾ വഴി വന്ന് പറയുവാണെങ്കിൽ മറ്റേ ആൾ നേരിട്ട് വന്ന് പറയട്ടെ എന്നെ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ തീരും. ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ പോയാൽ വലിയ പ്രോബ്ലത്തിലെത്തും. അതുപോലെ തന്നെ നമ്മളെല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് ജീവിക്കുന്നവരാണ്, എല്ലാവരുമായിട്ട് സ്നേഹ റിലേറ്റീവ്സ് ആണെങ്കിൽ കസിൻസ് ആണെങ്കിൽ. പക്ഷേ എല്ലാത്തിനും ഒരു പരിധി, ഒരു ബൗണ്ടറി കൊടുക്കുക. എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരെയും കൂടെ കൂട്ടണം, പക്ഷേ എല്ലാത്തിനും ഒരു പരിധി കൊടുക്കുക, ഒരു പരിമിതിയുണ്ട്. അത് കഴിയുന്നിടം വരെ ഒരു ബൗണ്ടറി, എല്ലാവരെയും ഒരുമിച്ച് കൂടെ ഒരു കുടക്കയിലൊന്നും കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ ഈ പറയുന്നത് എനിക്ക് പോലും. അപ്പോൾ നമ്മളെല്ലാവരെയും ഒരുമിച്ച് പോകണം, എല്ലാത്തിനും ലിമിറ്റ് കൊടുക്കും. ഇതൊക്കെ തന്നെ ഫോളോ ചെയ്ത് ഉറപ്പായിട്ട് സക്സസ് ആകും.